നമസ്കാരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റോടുകൂടി LDF അധികാരത്തിലേറുന്നു. പിന്നീട് തൊട്ട് പിന്നാലെ ഏകദേശം 41 സീറ്റോടുകൂടി നിൽക്കുന്നത് ഇടതുപക്ഷ UDF ആണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇതിൻ്റെ സീറ്റ് നിലയിലേക്ക് പോകുമ്പോൾ 22 സീറ്റിൽ മത്സരിച്ച് 25 സീറ്റിൽ മത്സരിച്ച് അതിൽ 15 സീറ്റോളം കരസ്ഥമാക്കിയ ഒരു പാർട്ടിയുണ്ട്. അതായത് അതിൻ്റെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് 93 സീറ്റിലാണ് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്ന് നേടിയത് വെറും 22 സീറ്റുകൾ മാത്രമാണ്. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പം 22 സീറ്റ് നേടിയ കോൺഗ്രസ് പാർട്ടിയും ഏകദേശം 10 സീറ്റ് കുറച്ച്, അതായത് മത്സരിച്ചത് 25 സീറ്റിലും എന്നാൽ കിട്ടിയത് 15 സീറ്റിലും. ഇങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ കാര്യം. അതായത് UDFിൽ കോൺഗ്രസിനെ പോലെ തന്നെ ശക്തമായ ഒരു പാർട്ടി. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 93 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടാണ് അതിലെ വെറും 22 പേരെ മാത്രമേ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. 93 പേർ മത്സരിച്ചിട്ട് അതിൽ വെറും 22 പേരെ മാത്രം വിജയിപ്പിക്കാൻ സാധിച്ച ഒരു പാർട്ടി കോൺഗ്രസ്. അപ്പം കോൺഗ്രസ് അല്ലെങ്കിൽ UDFിൻ്റെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ലീഗാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വലിയൊരു പ്രതിരോധത്തിലാണ്. അതിനിപ്പം ആര് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ശരി, അതങ്ങനെ തന്നെ നമുക്ക് പറയുന്നതായിരിക്കും ഉചിതം, അല്ലെങ്കിൽ അത് തന്നെയാണ് ശരി. കോൺഗ്രസ് മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ഇങ്ങനെയുള്ള ചില അതും വിശേഷിച്ച് അടുത്ത തവണ ഭരണത്തിലേക്ക് കയറാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം, അടുത്ത തവണ എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് എത്തും, അങ്ങനെ ചില പ്രതീക്ഷകളുണ്ട്. കാരണം ഇവിടെ ഭരണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിണറായി വിജയൻ്റെ സർക്കാർ ജനദ്രോഹപരമായ നടപടികളുമായി പോകുന്നു. സംസ്ഥാനത്തെ കടക്കണിയിലേക്ക് കൊണ്ട് ചാടിച്ച ഒരു സർക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പെൻഷൻ മുടങ്ങുന്നു. അങ്ങനെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന മാവേലി സ്റ്റോറുകളെല്ലാം വെറും നോക്കുകുത്തികളായി പാറ്റ കയറി കിടക്കാൻ വേണ്ടി ഷെൽഫുകൾ പണിഞ്ഞിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. പൊതുവിതരണ സംവിധാനം, വിലക്കയറ്റം തുടങ്ങി നിരവധി വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ആരോഗ്യമേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത പ്രതിസന്ധി, അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരു രോഗം നമ്മുടെ കേരളത്തെ വല്ലാതെ പിടിച്ചു കുരുക്കിയിരിക്കുന്നു. ഏകദേശം 120-ലധികം ആളുകൾ ഈ പറയുന്ന രോഗബാധിതരായി, അല്ലെങ്കിൽ 120-ഓളം കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോവിഡ് ഉണ്ടായി, നിപ്പ ഉണ്ടായി, അങ്ങനെ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾ ആരോഗ്യമേഖലയെ സംബന്ധിച്ചാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ പോലീസ് അട്രോസിറ്റീസ് എന്ന് പറയുന്ന പോലീസിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ചും അതോടൊപ്പം മറ്റ് പല കേസുകളും, സാമ്പത്തിക രംഗം കുത്തഴിഞ്ഞു കിടക്കുന്നു, പൊതുവിതരണ സംവിധാനം കുത്തഴിഞ്ഞു കിടക്കുന്നു എന്ന് വേണ്ട ഈ സകല മേഖലകളിലും ഒരു കുത്തഴിഞ്ഞു കിടക്കുന്ന ഈ ഒരു സമയമാണ് എന്ന് VD സതീശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞു കിടക്കുന്നു. അതോടൊപ്പം തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നുള്ള അല്ലെങ്കിൽ വ്യാഖ്യാനം ചമച്ചുകൊണ്ട് ഈ പറയുന്ന പ്രതിപക്ഷം വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങുകയും അങ്ങനെ തങ്ങൾക്ക് വലിയൊരു നേട്ടമുണ്ടാക്കാൻ ഇത്തവണ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മുൻപെങ്ങുമില്ലാത്ത ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം. അങ്ങനെ ഈ പറയുന്ന UDF ക്യാമ്പിനെ പ്രതിരോധത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് ക്യാമ്പിനെ പ്രതിരോധത്തിൽ ആക്കുന്നത് അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചില വ്യക്തികളാണ്. അതിനിടയിൽ പലർക്കും ചില മോഹങ്ങൾ ഉദിച്ചു വരുന്നു. പലർക്കും ഇവിടെ വന്ന് ചിലതിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. KC വേണുഗോപാൽ തന്നെ VD സതീശനെ പുകച്ച് പുറത്തിയടിക്കാൻ വേണ്ട ഒരു അന്തർധാര സജീവമാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ കൊണ്ട് കോൺഗ്രസ് കലുഷിതമായി കിടക്കുന്ന സാഹചര്യം. അതിൻ്റെ ഇടയിൽ ഒന്നും വീണ് കിട്ടാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യരംഗം ഇങ്ങനെ കുത്തഴിഞ്ഞു കിടക്കുന്നു എന്നുള്ള തലത്തിലേക്കൊക്കെ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് സഭയിലടക്കം അതിനെ വലിയ തോതിൽ ചർച്ചയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. UDFിൽ യാതൊരു പ്രശ്നവുമില്ല, ഇവിടുത്തെ സർക്കാർ ജനവിരുദ്ധ സർക്കാരാണ് എന്ന് തന്നെ വരുത്തി തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇത് കൃത്യമായി ഇതൊരു മർമ്മ പോയിൻ്റാണ്, വളരെ പ്രസക്തമായ ഒരു പോയിന്റിലാണ് കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഈ പറയുന്ന മുസ്ലിം ലീഗിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ചിന്തിക്കുകയാണ്, ഞങ്ങൾക്കിനിയിപ്പോൾ വടക്കൻ കേരളത്തിലോ മലബാറിലോ മാത്രം ഇങ്ങനെ പടർന്ന് വിശാലിച്ച് നിന്നാൽ പോരാ, ഞങ്ങൾക്ക് കുറച്ച് ആളുകളെ തെക്കൻ കേരളത്തിലും കൂടെ ആവശ്യമുണ്ട്. തെക്കൻ കേരളത്തിൽ കൂടി കുറച്ച് സീറ്റുകൾ ഞങ്ങൾ വിജയിക്കണം. അത് കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും അടക്കം ഏകദേശം ഒരു 4-5 സീറ്റുകളെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയേ മതിയാകൂ എന്നുള്ള തരത്തിലേക്ക് ഈ പറയുന്ന മുസ്ലിം ലീഗ് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു.
കാരണം വേറൊന്നുമല്ല, ഈ കോൺഗ്രസിനകത്ത് ഈ തമ്മിലടി ഇങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണ്ടി വരും. കഴിഞ്ഞ തവണ 25 സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ 30 സീറ്റുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് തെക്കൻ കേരളം എന്നൊരു ചോദ്യമുണ്ട്. ലീഗിന് എവിടെയാണ് തെക്കൻ കേരളത്തിൽ ഇത്രത്തോളം ആൾക്കാരുള്ളത്? തിരുവനന്തപുരം വെസ്റ്റിൽ തന്നെ നമ്മൾ 82 തിരുവനന്തപുരം വെസ്റ്റിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് കണ്ണ് എന്ന് പറയുന്ന ഒരാൾ അവിടെ മത്സരിക്കുകയും തിരുവനന്തപുരം വെസ്റ്റിൽ ജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 2006 പിന്നീട് അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. 2006 മുസ്ലിം ലീഗ് മത്സരിക്കാൻ വരുന്ന സാഹചര്യത്തിൽ അപ്പോഴാണ് കെ കരുണാകരൻ്റെ ഡെമോക്രാറ്റിക് ഇന്ദിര കോൺഗ്രസ് എന്ന് പറയുന്ന DIC വരുന്നു, അവിടെ മത്സരിക്കാൻ വരുന്നു. അപ്പോൾ DICക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലീഗ് വഴിമാറി കൊടുക്കുന്നു. ഇതാണ് തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം വെസ്റ്റിൽ നിന്നും പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ഇനി മറ്റൊരു കാര്യമുണ്ട്, കഴക്കൂട്ടത്ത് മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ടെന്നേ. അപ്പോൾ 1967 കഴക്കൂട്ടത്ത് MH സാഹിബ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിരുന്നു. പിന്നീട് 87 നടന്നിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ്, 96 തെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ലീഗ് പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ തെക്കൻ കേരളത്തിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ സാധ്യതയുള്ള കുറേ മണ്ഡലങ്ങൾ അവർ നോക്കി വെച്ചിട്ടുണ്ട്. പ്രധാനമായും അവർ വർക്കല മണ്ഡലത്തെ അവർ നോക്കുന്നുണ്ട്. കാര്യം ഈ സാമുദായിക പ്രതിസന്ധിയും അതോടെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗക്കാരുടെ ഒരു സാന്നിധ്യവും അപ്പോൾ അങ്ങനെ തുടങ്ങി. പിന്നെ തന്നെയുമല്ല UDFൻ്റെ ഈ മേഖലകളിലുള്ള സ്വാധീനത്തെയും ഒരു വോട്ട് ബാങ്കിങ് സംവിധാനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം ലീഗ്. അപ്പോൾ കുറേയധികം ന്യൂനപക്ഷ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പം ഒരു ജാതി സമവാക്യം തന്നെ അവിടെ രൂപപ്പെടുത്തിയെടുക്കാൻ ലീഗിന് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ആ ജാതി സമവാക്യത്തിൻ്റെ ഭാഗമായി ലീഗിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ അതോടൊപ്പം തന്നെ UDF എന്ന് പറയുന്ന ഒരു വലിയ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് മത്സരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെതായ പരമ്പരാഗത വോട്ടുകൾ കൂടി ഇവരിലേക്ക് വന്നു ചേരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് ലീഗ് ഇങ്ങനെ ഒരു വിലപേശലിന് തയ്യാറെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. തന്നെയുമല്ല ഇത്തരം ചർച്ചകൾ സംസ്ഥാന നേതൃത്വവുമായി ഇവരെ ഡിസ്കസ് ചെയ്യുകയും തുടർന്ന് ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുകയും വേണം. അപ്പോൾ പ്രധാനമായിട്ടും വർക്കല, വാമനപുരം, നെടുമങ്ങാട്, തിരുവനന്തപുരം എന്നീ ജില്ലകൾ ഈ പറയുന്ന മണ്ഡലങ്ങളിലേക്കാണ് അവർ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ഡലങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ തങ്ങൾക്ക് വിജയസാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവർ പൂർണ്ണമായും കരുതുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഇരവിപുരം എന്ന് പറയുന്ന മണ്ഡലം ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലാണെങ്കിൽ തന്നെയും ഇരവിപുരം മണ്ഡലം തിരികെ ചോദിക്കണം എന്നുള്ളൊരു ആവശ്യവും ഈ കൂട്ടത്തിൽ അവർ ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഇരവിപുരം മണ്ഡലം തിരികെ ചോദിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 82 മുതൽ അവിടെ മത്സരിക്കുകയാണ് മുസ്ലിം ലീഗായിട്ട്. പിന്നീട് 91 PKK ബാബ അവിടെ നിന്നുകൊണ്ട് നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് 2016 കൂടി ഈ പറയുന്ന മണ്ഡലം RSPക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ലീഗിൻ്റെ കയ്യിലിരുന്ന ഇരവിപുരം മണ്ഡലം നേരെ RSPക്ക് കൊടുത്തുകൊണ്ട് നേരെ പുനലൂരിലേക്ക് പോയി അവിടെ മത്സരിക്കുകയാണ്. പക്ഷേ പുനലൂരിൽ വലിയ പ്രയോജനമൊന്നും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ വിജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റുകളിലേക്കല്ല, പകരം ഇതുവരെ തങ്ങൾ വിജയിച്ചുകൊണ്ടിരുന്ന ഇരവിപുരം സീറ്റ് തിരികെ ഞങ്ങൾക്ക് വേണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ലീഗ് ഈ പറയുന്ന കൊല്ലത്ത് നിൽക്കുന്നത്. അപ്പം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 4 സീറ്റുകളും, അതായത് വർക്കല, വാമനപുരം, നെടുമങ്ങാട്, തിരുവനന്തപുരം അടക്കമുള്ള 4 സീറ്റുകളും കൊല്ലം ജില്ലയിലെ ഇരവിപുരം സീറ്റും തങ്ങൾക്ക് വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ലീഗ് ഉയർത്താൻ പോകുന്നത്. ലീഗ് ഇങ്ങനെ ഒരു ആവശ്യം ഉയർത്തിക്കഴിഞ്ഞാൽ ഈ ആവശ്യത്തെ നിരാകരിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കിക്കാണേണ്ടത്. നിലവിലത്തെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സംഘടന തന്നെ ഒരു ദുർബലപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ദുർബലപ്പെട്ടു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് ഓരോരുത്തർക്കും ഇപ്പം നമ്മൾ തമാശ രൂപേണയെങ്കിലും പറയുകയാണെങ്കിൽ മിനിമം ഒരു 4 മുഖ്യമന്ത്രി കസേരയെങ്കിലും ഉണ്ടാവണം, ഒരു 4 ക്ലിഫ് ഹൗസ് എങ്കിലും ഉണ്ടാവണം.
എങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെ കോൺഗ്രസ്സിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും തൃപ്തരാക്കാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ ആരും തൃപ്തരാവില്ല. അപ്പം ഒന്ന് വി ഡി സതീശന് ഒരു കസേര വേണം, രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കസേര വേണം, അതോടൊപ്പം ഇനി കെ സി വേണുഗോപാലിന് ഒരു കസേര വേണം, അടൂർ പ്രകാശിന് ഒരു കസേര വേണം. ഇതിനു മുൻപ് കെ സുധാകരനായിരുന്നു. ആ കെ സുധാകരൻ ഇപ്പോൾ അപ്രസക്തനാവുകയും ചെയ്തു. അതുകൊണ്ട് ഇങ്ങനെ മിനിമം 4 കസേരയെങ്കിലും സെക്രട്ടേറിയറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സെറ്റാക്കാൻ പറ്റുകയുള്ളൂ. ക്ലിഫ് ഹൗസ് 4 ഉണ്ടാക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഒരു ഇതിൽ തന്നെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അങ്ങനെ ഒരു പ്രതിരോധം വി ഡി സതീശൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വി ഡി സതീശൻ ഉയർത്തുകയാണെങ്കിൽ ആ വി ഡി സതീശൻ പുകഞ്ഞ കൊള്ളിയാണെന്നേ. അപ്പോൾ ആ വി ഡി സതീശനെ പിടിച്ച് പടിക്ക് ഇരുത്താൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. വി ഡി സതീശൻ വിരുദ്ധ ചേരി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് വി ഡി സതീശൻ ഇത്രകാലം കൂടെ കൊണ്ടു നടന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും അടക്കമുള്ള നേതാക്കന്മാർ ചേർന്നുകൊണ്ട് മറ്റൊരു ലീഗ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഈ തീരുമാനമായിരിക്കും ഇനി അങ്ങോട്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവരെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ചാലക ശക്തി എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാൽ അങ്ങേ അറ്റത്ത് നിൽക്കുകയും ചെയ്യുന്നു. രമേശ് ചെന്നിത്തല വേറൊരു ഗ്രൂപ്പുമായിട്ട് വേറൊരു വഴിക്ക് നീങ്ങുന്നു. കെ മുരളീധരൻ ഇതിൽ കൊള്ളാവുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ചേർന്ന് നിൽക്കാൻ കെ മുരളീധരൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കെ മുരളീധരൻ സ്വാഭാവികമായും ഈ പറയുന്ന എ ഗ്രൂപ്പിലേക്ക് ചേരാനാണ് സാധ്യത. കാരണം ഒന്ന് യുവാക്കൾ ഉണ്ട് അവിടെ, അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. പിന്നെ തന്നെയല്ല വി ഡി സതീശനെയും രാഹുൽ മാങ്കൂട്ടത്തിനും ഒരുപോലെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം നേതാക്കന്മാർ വേറെയുമുണ്ട്. ഇവരെ പിന്നെ സണ്ണി ജോസഫും കൂടി ഈ പറയുന്ന എ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിലനിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. മലക്കം മറിയാനുള്ള സാധ്യതകളുമുണ്ട്. മലക്കം മറിഞ്ഞ് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പോയിന്റിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ഒരു വിഭാഗീയത ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അംഗീകരിക്കുന്ന അനുകൂലിക്കുന്ന വിഭാഗമെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതികൂലിക്കുന്ന വിഭാഗമെന്നും പറയുന്ന 2 വിഭാഗങ്ങൾ. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അംഗീകരിക്കുന്ന വിഭാഗക്കാർ, അനുകൂലിക്കുന്ന വിഭാഗക്കാർ വി ഡി സതീശൻ്റെ എതിരാളികളാണ്. ഇങ്ങനെ ഒരു വലിയ ഒരു ചെയിൻ പോലെയാണ് ഇപ്പം കോൺഗ്രസിൻ്റെ ഒരു നിലവിലത്തെ അവസ്ഥ. ഈ അവസ്ഥയൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളാണ്. ഇപ്പം തന്നെയുമല്ല ലീഗും പ്രതിരോധത്തിലാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പി കെ ഫിറോസ് എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ ഇപ്പം ഗേറ്റ് ജില്ലയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിവാദമുണ്ട്. ആ വിവാദത്തിൻ്റെ പേരിൽ യൂത്ത് ലീഗ് വലിയ ഒരു പ്രതിരോധത്തിലാണ്. പക്ഷേ ഇതിനെയൊക്കെ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ കാണിച്ച വലിയൊരു ടാക്ടിക്സ് ഉണ്ട്. അതായത് കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ ഒരു വലിയ സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി പ്രകാരം കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ മുതിർന്ന ലീഗിൻ്റെ നേതാക്കന്മാരുമോ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വലുതായി തയ്യാറായിട്ടില്ല. അത് അയാളുടെ കാര്യമാണ്, അയാൾ നോക്കിക്കോട്ടെ. പിന്നെ തന്നെയുമല്ല ലീഗിനകത്ത് ചെറിയ ഒരു അസ്വാരസ്യമുണ്ട്. അതായത് ഈ പി കെ ഫിറോസ് ഇത്തരത്തിൽ വിദേശങ്ങളിലൊക്കെ ഫണ്ട് ഇറക്കുകയും ഇങ്ങനെ കച്ചവടമൊക്കെ ചെയ്യുകയും ബിസിനസ് നടത്തുകയും ശമ്പളം കൈപ്പറ്റുകയൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച്, ഇത്രയും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചതിനെക്കുറിച്ചൊന്നും ലീഗിന് വലിയ അറിവില്ല എന്ന്, ആ ലീഗിനോട് ആലോചിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് കൃത്യമായി അവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിറോസ് ഉയർത്തുന്ന ആരോപണങ്ങളൊക്കെ തന്നെ ലീഗിനെ വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലീഗ് ഏകദേശം ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന തകർന്നടിയാൻ പോകുന്ന അല്ലെങ്കിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ലീഗ് ഇവിടെ ചീട്ടിറക്കി കളിക്കാൻ തന്നെ തീരുമാനിച്ചു. അതായത് 4-1-5 സീറ്റുകൾ തെക്കൻ കേരളത്തിൽ, അതായത് കൊല്ലവും തിരുവനന്തപുരവും ഉൾപ്പെടെ ഉള്ള ജില്ലകളിൽ നിന്ന് ഏകദേശം 5ഓളം സീറ്റുകൾ തങ്ങൾക്ക് വേണം എന്നുള്ള ഒരു ശക്തമായ ഒരു വാദമുഖം ഉയർത്തിയിരിക്കുകയാണ് ലീഗ്. ആ ഉയർത്തുന്നതിനും പ്രധാനപ്പെട്ട കാരണം ഇനിയും കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാനോ യു ഡി എഫിനെ അധികാരത്തിലേറ്റാനോ വലിയ പേരുദോഷം കേൾപ്പിക്കാതെയും തമ്മിത്തല്ലില്ലാതെയും പൊയ്ക്കൊണ്ടിരിക്കുന്ന ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മെച്ചമുണ്ട് കേട്ടോ. ഇവിടെ സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും PM സലാമും തമ്മിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ KM ഷാജിയോ മുനീർ സാഹിബ് ഇപ്പോൾ വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരാരും തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ല. അവിടെ ഒരു അധികാര വടംവലിയുടെ പ്രതിസന്ധികളൊന്നും തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്ന് വെച്ചാൽ കുറച്ച് കെട്ടുറപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ടോ അവർ. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുത്തഴിഞ്ഞ അല്ലെങ്കിൽ പിന്നെന്താ പറയുക കെട്ടുപൊട്ടിയ നൂല് പൊട്ടിയ പട്ടം കണക്കിനെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വിലപേശാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ലീഗ് ചീട്ടിറക്കിക്കൊണ്ട് എത്രയും കൂടുതൽ സീറ്റുകൾ തെക്കൻ കേരളത്തിൽ പിടിക്കാൻ കഴിയുമോ അത്രയും സീറ്റുകൾ പിടിച്ചെടുക്കുക. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അന്ന് വർക്കല വളരെ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. അതോടൊപ്പം നെടുമങ്ങാട്, വാമനപുരം, പിന്നെ തിരുവനന്തപുരം തന്നെ വേണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുമ്പോൾ എത്രത്തോളമാണ് ഇനിയും പ്രഷർ കോൺഗ്രസിന് മേൽ ഉണ്ടാകുക എന്ന് നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. ഇനി ഇതല്ല ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് അവർ തയ്യാറായില്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് തന്നെ ഒരു ഫോർമുല അവർ കണ്ടുപിടിക്കും. കോൺഗ്രസ് വി ഡി സതീശൻ ഉണ്ടെങ്കിൽ വി ഡി സതീശൻ ചില ഫോർമുലകളൊക്കെ കണ്ടുപിടിച്ച് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. പൊട്ടന്മാരാട്ടം കാണുന്ന പോലെ ഇതെല്ലാം കൂടെ എടുത്ത് വിഴുങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. അതവിടെ നിൽക്കട്ടെ.
എന്തുതന്നെയാണെങ്കിലും ലീഗിന് അർഹിക്കുന്ന പരിഗണന എത്രയും വേഗം അല്ലെങ്കിൽ അനുവദിച്ച് കിട്ടണം എന്നുള്ള ശക്തമായ ആവശ്യം തന്നെയാണ് ലീഗ് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത് ഉയർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം.